കട്ടയ്ക്ക് പോരാട്ടം. കട്ടയ്ക്കല്ല, ഏത് വള്ളപ്പാടിൽ ആരാണ് മുന്നിൽ നിൽക്കുന്ന അറിയില്ല. ഒരു തുഴ മാറിയാൽ, ഒറ്റ തുഴ മാറിയാൽ ജേതാവ് മാറുമെന്ന രീതിയിലാണ് ഇത്. മൂന്നാം ട്രാക്കിൽ നടക്കുന്ന ഇടനാട്, മൂന്നാം ട്രാക്കിൽ ഇടനാട് അല്പം മുന്നിൽ നിൽക്കുന്നു. തൊട്ടു പിന്നില് ഇടനാട് മൂന്നാം ട്രാക്കില് ഇടനാട് മുന്നിൽ നിൽക്കുന്നുണ്ട്. കോയിപ്പുറം രണ്ടാമത്. ഇതിനകത്ത് ഇടനാട് മൂന്നാം ട്രാക്കിലെ ഇടനാടാണോ കോയിപ്പുറം? രണ്ടാം ട്രാക്കിൽ നിൽക്കുന്ന കോയിപ്പുറം. രണ്ടാം ട്രാക്കിലെ കോയിപ്പുറം അല്പം മുമ്പിൽ നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ അതോട് കോയിപ്പുറത്തിനൊപ്പം തന്നെ തൊട്ടു പിന്നാലെ പിടിക്കുന്നു നെല്ലിക്കൽ. പിടിക്കുന്നുണ്ട് നെല്ലിക്കലും ഒപ്പം കോയിപ്പുറവും. ഇതിനകത്ത് വീണ്ടും മാറുകയാണ്. രണ്ടാം നമ്പറിൽ കോയിപ്പുറത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മൂന്നാം നമ്പറിലേക്ക് ഇടനാട്. ഒരു തുഴപ്പാട് ഇടനാട് മുന്നിൽ നിൽക്കുന്നു. ഇടനാടിനെ മാറ്റി കോയിപ്പുറം വീണ്ടും കയറുന്നു. കോയിപ്പുറമാണോ ഇടനാടാണോ പറയാൻ കഴിയുന്നില്ല. സംശയം വേണ്ട. ഇടനാട് കോയിപ്പുറം തോട്ടപ്പുഴശ്ശേരി. തോട്ടപ്പുഴശ്ശേരിയാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയെന്നുള്ള സംശയമുണ്ട്. നെല്ലിക്കലാണോ കോയിപ്പുറമാണോ ഇടനാടാണോ അങ്ങനെയുള്ളൊരു സംശയമുണ്ട്. രണ്ടാമതുണ്ടായിരുന്നത് കോയിപ്പുറമാണ്. പക്ഷേ അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടത് ഇവിടുത്തെ ജഡ്ജസ്മാരാണ്. രണ്ടാം സ്ഥാനത്ത് കോയിപ്പുറമാണോ എന്നുള്ളതാണ് ഒരു സംശയം വരുന്നത്. ഈ തവണത്തെ മന്നം ട്രോഫി കോയിപ്പുറമാണോ നേടിയത്, നെല്ലിക്കലാണോ നേടിയത്, ഇടനാടാണോ നേടിയത്, എടപ്പാവൂർ പേരൂർ ആണോ നേടിയതെന്ന് നമുക്ക് പ്രവചിക്കുക അസാധ്യമാണ്. കാര്യം രണ്ട് ഫൈനൽ മത്സരങ്ങളിലും എ ബാച്ചിലും ബി ബാച്ചിലും ഒരേ രീതിയിൽ ഫോട്ടോ ഫിനിഷ്. എന്തൊരു നയന മനോഹരമായ കാഴ്ചയാണെന്നറിയാമോ? ഇതാണ് വള്ളംകളിയുടെ ആവേശം. ഈ വള്ളംകളിയുടെ ആവേശം ഭക്തിയിൽ കൂടി അലിയിക്കുമ്പോഴാണ് അത് ആറന്മുള വള്ളംകളിയാവുന്നത്, ഈ നാടിന്റെ വള്ളംകളിയാവുന്നത്. അല്ലെ വർഷേട്ടാ? തീർച്ചയായിട്ടും. കാരണം ഈ എ ബാച്ചിലും ബി ബാച്ചിലും ഒരേപോലെ രാത്രി ആയതുകൊണ്ട് തന്നെ ഇരുട്ട് വീണതിനാൽ തന്നെ കൃത്യമായ ഒരു പ്രവചനം നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് സാധിക്കില്ല. ഒരുപക്ഷെ ഇത് സംഘാടകർ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും. എ ബാച്ചിലും ബി ബാച്ചിലും ആരാണ് ഫിനിഷ് ചെയ്തത് എന്നുള്ളത് അറിയണമെങ്കിൽ. വളരെ ശക്തമായ മത്സരം നടന്നു. ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കണ്ടാൽ നമുക്ക് മനസ്സിലാവും തോന്നുന്നു. ഏത് വള്ളമാണ് മുന്നിൽ, ഏത് പള്ളിയോടമാണ് മുന്നിൽ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലേക്ക് എ ബാച്ച് ഫൈനൽ ഇപ്പോൾ നെല്ലിക്കല ഒന്നാം ട്രാക്കിലായിരുന്നു. രണ്ടാം ട്രാക്കിൽ കോയിപ്പുറം, മൂന്നാം ട്രാക്കിൽ ഇടനാട്, നാലാം ട്രാക്കിൽ ഇടപ്പാവൂര് എന്നിങ്ങനെ മുന്നിൽ നിൽക്കുകയാണ്. ഇതിൽ ഏത് പള്ളിയോടം വന്നു എന്നറിയാൻ സാധിക്കില്ല. ഫോട്ടോ ഫിനിഷാണ്. എ ബാച്ചും ബി ബാച്ചും ഫോട്ടോ ഫിനിഷാണ്. മത്സരഫലം പിന്നീട് പറയാൻ മാത്രമേ സാധിക്കൂ. തീർച്ചയായും മത്സരഫലം പിന്നീട് പറയാൻ മാത്രമേ സാധിക്കൂ. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ അസാധ്യമാണ്. പക്ഷേ അതിഗംഭീരമായ ഒരു വള്ളംകളി കാണാൻ സാധിച്ചു. ഇതുപോലെ ഫോട്ടോ ഫിനിഷിലേക്ക് എത്തുന്ന ഒരു വള്ളംകളി കണ്ടിട്ട് എത്രയോ കാലമായി. കോരിത്തരിച്ചു നിന്നാണ് ആ വള്ളംകളി കണ്ടത്. എന്തൊരു ആവേശമായിരുന്നു ആ തുഴച്ചിൽക്കാരുടെ ആവേശം. ഫൈനൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. എ ഗ്രേഡും ബി ഗ്രേഡ് ഫൈനൽ. വളരെ വാശിയോടുകൂടിയുള്ള ആവേശത്തോടു കൂടിയുള്ള കാണികളെ ത്രസിപ്പിക്കുന്ന വള്ളംകളി. അതുതന്നെയാണ് ഈ ആറന്മുള എന്ന് പറയുന്ന ദേശത്തിന്റെ, ആറന്മുള എന്ന് പറയുന്ന നാടിന്റെ പേര് ലോകമെമ്പാടും എത്തിക്കുന്ന ഈ വള്ളംകളിയെ ലോക പ്രശസ്തമാക്കുന്നത്. തീർച്ചയായിട്ടും അതെ. സാധാരണ രീതിയിൽ പള്ളിയോടങ്ങൾ ഏകപക്ഷീയമായി കയറിപ്പോകുന്ന കാഴ്ചയായിരുന്നു നമ്മൾ ഹീറ്റ്സിൽ കണ്ടതെങ്കിൽ ഇപ്പോൾ മാറിയിരിക്കുന്നു. മാർഷൽ കണ്ണൻ അങ്ങനെ ഫോട്ടോ ഫിനിഷിലേക്ക് നമുക്കറിയാം ആരായിരിക്കും ഫൈനലിൽ, ആരായിരിക്കും മന്നൻ ട്രോഫി ഉയർത്തുക. ആവേശ തുഴയെറിഞ്ഞ ശേഷമുള്ള ആ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് നമ്മൾ